എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ സ്വാധീനം വളരുന്നു. ലോക നേതാക്കൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഈ യാത്രയിൽ ചിലർക്ക് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടത് ഇന്ത്യയുടെ വളർച്ചയല്ല, പകരം അതിനെ തടയാനുള്ള വഴികളാണ്. അതായത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഒരു ചെറിയ ഭീഷണി മുഴക്കിയപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം ആവേശത്തിലായി. ട്രംപിന്റെ ഭീഷണികൾ കാരണം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചോ വിദേശ നയത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു ആശങ്കയുമില്ല. അവർ ആശ്വസിക്കുന്നു, കാരണം മോദിയുടെ ചങ്ങാതി ട്രംപ് പിണങ്ങിയതിൽ അവർക്ക് സന്തോഷമുണ്ട്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മോദിയെ വിമർശിക്കാൻ പഴയ ഹിന്ദി ഗാനം ഉപയോഗിക്കുന്നു. ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പ്രതിസന്ധിയാണോ, അതൊരു ഡ്രാമയാണോ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം തകർന്നതിൽ രമേശ് ഒരു പ്രണയ ചിത്രത്തിലെ പോലെ ദുഃഖിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിന് ഭീഷണിയുണ്ടോ? ഇന്ത്യൻ ജനതയെ ഇതെങ്ങനെ ബാധിക്കുമെന്നൊന്നും ഇവർക്ക് അറിയുകയേ വേണ്ട. അവർക്കറിയേണ്ടത് ഒന്നേയുള്ളൂ: മോദിയും ട്രംപും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണോ? അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യയുടെ പ്രതിരോധ മേഖല, സാമ്പത്തിക വളർച്ച, സാങ്കേതിക മുന്നേറ്റം എന്നിവയൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. അങ്ങ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യവുമായി ജയറാം രമേശ് താരതമ്യം ചെയ്യുകയാണ്. അന്ന് നിക്സൺ ഇന്ത്യയുടെ ധിക്കാരത്തോടെ പെരുമാറിയപ്പോൾ ഇന്ദിരാഗാന്ധി ശക്തമായി പ്രതികരിച്ചു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരു കാര്യം മറന്നു: അന്ന് പ്രതിപക്ഷവും സർക്കാരിനൊപ്പം ഒറ്റക്കെട്ടായി നിന്നിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്വന്തം രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം കൈയടിച്ച് രസിക്കുന്നവരാണ്. ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫിന് വിരുന്നൊരുക്കിയതിൽ കോൺഗ്രസിന് സങ്കടം. ഇത് മോദിയുടെ വ്യക്തിപരമായ സൗഹൃദത്തിനേറ്റ തിരിച്ചടിയാണത്രേ. ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം മോദിയുടെ വ്യക്തിപരമായ സൗഹൃദത്തെ ആശ്രയിച്ചല്ലെന്ന് ഇവർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പരമപ്രധാനം. ചൈന, പാകിസ്ഥാൻ, അമേരിക്ക, ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഭീഷണിയെ ഇന്ത്യ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ വെല്ലുവിളികൾ രാജ്യത്തെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഇന്ത്യയെ കൂടുതൽ ശക്തരാക്കാനാണ് സഹായിക്കുന്നത്. വിദേശ നയം ശരിയാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ജോലിയല്ലെന്ന് അവർ സമ്മതിച്ചു. അതെ, അത് സർക്കാരിന്റെ ജോലിയാണ്. പ്രതിപക്ഷത്തിന് ഒരു ജോലിയേ ഉള്ളൂ: രാജ്യത്തെ പ്രതിസന്ധിയിലാക്കി അതിൽ സന്തോഷം കണ്ടെത്തുക. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറാൻ ഇന്ത്യയെ പഠിപ്പിച്ചത് ഈ പ്രതിസന്ധികളാണ്. ഇന്ത്യയുടെ വിജയം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് രാജ്യത്തിന്റെ വിജയമാണ്. ഈ സത്യം മനസ്സിലാക്കാത്ത പ്രതിപക്ഷത്തിനെ ഇന്ത്യയുടെ ഈ സന്തോഷത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് വേണ്ടത് നമ്മുടെ വിജയം കാണേണ്ട, മറിച്ച് നമ്മുടെ പരാജയമാണ് അവർക്കൊക്കെ വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.